നമ്മുടെ അലവി സക്കാഫി ഉസ്താദ് ഇൻഷാ അല്ലാഹ് അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് കാതോർക്കാം. അദ്ദേഹം വളരെ പറയുന്ന ഹദീസിലുണ്ട് ആദ്യമായി പടച്ചിട്ടുള്ളത് നൂറാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ഒളിവാണ് ആദ്യമായി പടച്ചിട്ടുള്ളത് എന്ന് ഹദീസിൽ തന്നെ നമുക്ക് കാണാം. എവിടെയാണ് ഉദ്ധരിച്ചിട്ടുള്ളത്? ആരാണ് ഉദ്ധരിച്ചിട്ടുള്ളത്? ഹാഫിദ് അബ്ദുർ റസാഖ് തന്റെ അൽ മുസന്നഫ് എന്ന ഗ്രന്ഥത്തിലാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇതാരൊക്കെ? മറ്റ് പണ്ഡിതന്മാർ ഇമാം ഹാഫിദ് അബ്ദുർ റസാഖിൽ ഉദ്ധരിച്ചവർ ആരൊക്കെയാണ്? ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി, എത്രയോ ലക്ഷക്കണക്കിന് ഹദീസ് പാണ്ഡിത്യമുള്ളവരാണ്. ഇമാം ബൈഹഖി, ഇമാം ഖസ്സലാനി, ഇമാം ഇബ്നു ഹജർ, ഇമാം ഫാസി, ഇമാം നിസാമുദ്ദീൻ നൈസാബൂരി, ഇമാം ഹാഫിദ് ഇബ്നുൽ ജൗസി, സഹോദരന്മാരെ ഷെയ്ഖ് അബ്ദുൽ കരീമുൽ ജീനി തുടങ്ങി ഒട്ടനേകം പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട ഹാഫിദ് അബ്ദുർ റസാഖിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെയാണ് അള്ളാഹു ആദ്യം പടച്ചിട്ടുള്ളതെന്ന് കുറിക്കുന്ന ഹദീസ് ഹാഫിദ് അബ്ദുർ റസാഖ് എന്ന് പറയുന്നവർ തന്റെ മുസന്നഫിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ഹദീസ് ഇത്രയും പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പൊ ഒരു ചോദ്യമുണ്ട് വിദ്യാർത്ഥികൾക്ക്, എന്താണത്? എന്നാൽ ഇന്നുള്ള മുസന്നഫിലെ എത്രാം പേജ് ഏത് വാല്യത്തിലാണ് ഹദീസുള്ളതൊന്ന് കാണിച്ചു തരാമോ? നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ ആ ചോദ്യം അത് അപ്രസക്തമല്ല. എന്തുകൊണ്ട്? ഇന്നുള്ള മുസന്നഫ് എന്ന് പറയുന്ന ഗ്രന്ഥം വാല്യങ്ങളുള്ള ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം പ്രിന്റ് ചെയ്യുന്നത് ആരാണെന്ന് അറിയാമോ? അതിന് നേതൃത്വം നൽകിയ വ്യക്തി ഷെയ്ഖ് ഹബീബുർ റഹ്മാൻ അൽ അഅ്ലമി എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നു, മുസന്നഫ് എന്ന് പറയുന്ന ഗ്രന്ഥം അതിന്റെ രചയിതാവ് ഞാൻ പറഞ്ഞല്ലോ ഹാഫിദ് അബ്ദുർ റസാഖാണ്. അതായത് ഹിജ്റ 211 വഫാത്തായ പണ്ഡിതൻ. ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഒക്കെ ഉസ്താദുമാരിൽപ്പെട്ട മഹാത്മാവാണ്. ഹിജ്റ 211 1200 കൊല്ലം മുമ്പ് ജീവിച്ച പണ്ഡിതനാണ്. അദ്ദേഹം രചിച്ച ആ മുസന്നഫ് ഹബീബുർ റഹ്മാൻ അഅ്ലമി എന്ന് പറയുന്നയാൾ പ്രിന്റ് ചെയ്യുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ മുസന്നഫിന്റെ എല്ലാ ഹദീസുകളും കൂടി എനിക്ക് കിട്ടിയിട്ടില്ല. ചില ഭാഗത്ത് ചില ഹദീസുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരുപാട് കോപ്പികൾ പരതി, പക്ഷെ എല്ലാം കൂടി ഒത്തൊരുമിച്ചത് എനിക്ക് കിട്ടിയിട്ടില്ല. ഒന്നാം ബാല്യത്തിന്റെ ആദ്യ ഭാഗം, അതുപോലെ അഞ്ചാം ബാല്യത്തിന്റെ ചില ഭാഗം, മറ്റു ചില ഭാഗങ്ങളും എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ നോക്കിയ അസല് കോപ്പി, കയ്യെഴുത്ത് പ്രതി വിവിധങ്ങളായ മ്യൂസിയങ്ങൾ അല്ലെങ്കിൽ വിവിധങ്ങളായ ഗ്രന്ഥശേഖരങ്ങളുള്ള ഗ്രന്ഥാലയങ്ങളിൽ ഞാൻ പോയി നോക്കി, അവിടെയൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും കണ്ടെത്തുന്നവർ ആ ഭാഗത്ത് ഇത് പൂരിപ്പിച്ചു കൊടുക്കണേ, അതിന് ഞാൻ സ്ഥലം ഒഴിച്ചിടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബുർ റഹ്മാൻ അഅ്ലമി എന്ന് പറയുന്ന വ്യക്തി മുസന്നഫ് എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥം പ്രിന്റ് ചെയ്ത് പുറത്തിറക്കുകയാണ്. അപ്പൊ ഇത് പുറത്തിറക്കുന്ന വ്യക്തി തന്നെ പറയുന്നത് എനിക്ക് എല്ലാ ഹദീസും എനിക്ക് കിട്ടിയ കോപ്പി അപൂർണമാണ് എന്നാണ്. ആ കോപ്പി കയ്യിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തുള്ള മുജാഹിദുകൾ ചോദിക്കുന്നത്, ഇതിലെവിടെയാണ് ഹദീസുള്ളത്? സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. അത് കോപ്പി പ്രിന്റ് ചെയ്യുന്ന വ്യക്തി തന്നെ പറഞ്ഞത് എന്താ? അത് മുഴുവനായിട്ടില്ല, ചില ഹദീസ് നഷ്ടപ്പോയി, എനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ്. ഞാൻ കിട്ടിയ കോപ്പിയിൽ, എനിക്ക് കിട്ടിയ കോപ്പിയിൽ ആ ഹദീസ് ഇല്ല എന്നാണ്. എന്നാൽ മുസന്നഫ് അബ്ദുർ റസാഖ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇത് ഉണ്ട് എന്ന് നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച മഹാത്മാക്കളായ പണ്ഡിതന്മാർ, ഇമാം ബൈഹഖിയെ പോലെ, ഇമാം ഖസ്സലാനിയെ പോലുള്ള പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. അടുത്ത കാലത്ത് പ്രിന്റ് ചെയ്ത ഈ ഹബീബുർ റഹ്മാൻ അഅ്ലമി എന്ന് പറയുന്ന വ്യക്തി പ്രിന്റ് ചെയ്ത കിതാബിൽ ആ ഹദീസ് ഇല്ല എന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ഹദീസ് തന്നെ മുസന്നഫിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇവർ കണ്ടിട്ടില്ല എന്നേ അറിയുകയുള്ളൂ.
എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾക്കറിയാമോ, ഈയിടെയായി ലബനാനിലെ ബൈറൂത്ത് എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് പ്രിന്റ് ചെയ്ത മുസന്നഫാണ് ഈ മുസന്നഫ്. അൽ ജുസ്ഉൽ മഫ്ഖൂദ് മിനൽ ജുസ്ഇൽ അവ്വൽ മിനൽ മുസന്നഫ്. ഹാഫിദ് അബ്ദുർ റസാഖിന്റെ ഇമാം ഹാഫിദ് അബ്ദുർ റസാഖിന്റെ അൽ മുസന്നഫ് എന്ന് പറയുന്ന കിതാബിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയ ഹദീസുകൾ സമാഹരിച്ചുകൊണ്ട്, ഒന്നാം വാല്യത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയ ഹദീസുകൾ സമാഹരിച്ചുകൊണ്ട് ഈയിടെയായി പുറത്തിറക്കിയ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിന് ഇതിന് നേതൃത്വം കൊടുത്തത് ദുബൈയിലെ മതകാര്യ വകുപ്പിന്റെ മുൻ ഡയറക്ടറും വലിയ പണ്ഡിതരുമായ ഷെയ്ഖ് ദക്തൂർ റയീസ് ഇബ്നു അബ്ദില്ലാ എന്ന് പറയുന്ന മഹാപണ്ഡിതനാണ്, വലിയ ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഈ ഹദീസ് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയ ആ ലൈബ്രറികളും അതിന്റെ വിശദാംശങ്ങളും അതിനുവേണ്ടി അദ്ദേഹം ഓടി നടന്ന് തെരഞ്ഞു പിടിച്ച കഥകളുമൊക്കെ ഇതിന്റെ ആമുഖത്തിൽ വളരെ വിശദമായി അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെയുള്ള മുസന്നഫിൽ, ഈ മുസന്നഫിൽ നമ്മുടെ നേരത്തെ ഇന്ന് പ്രിന്റ് ചെയ്തിട്ടുള്ള ഞാൻ കുറച്ച് നേർത്തയാക്കാന്ന് പറഞ്ഞത്, തോപ്പൊരു സമയമല്ല എന്ന് പറയണ്ടല്ലോ, അല്ലെങ്കിൽ കുറച്ച് കടന്നിരുന്നു. സഹോദരന്മാരെ, നാം ഈ പറഞ്ഞ ഹദീസ് ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസ്, ഇമാം ഖസലാനി ഉദ്ധരിച്ച ഹദീസ്, ഇമാം ഇബ്നു ഹജർ ഉദ്ധരിച്ച ഹദീസ്, മറ്റു പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിച്ച ഹദീസ്, ആ ഹദീസ് ഇതിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ആ ഹദീസിൽ ഇതിൽ പറയുന്നത് കാണാം. 18-ാം നമ്പർ ഹദീസ്, ഹാഫിദ് അബ്ദുർ റസാഖ് അൻ മഅ്മരിൻ അൻ ഇബ്നുൽ മുൻകദിർ അൻ ജാബിരിൻ. ഹാഫിദ് അബ്ദുർ റസാഖ് എന്ന ഇതിന്റെ രചയിതാവ് തന്റെ ഉസ്താദ് മഅ്മരിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അദ്ദേഹം തന്റെ ഉസ്താദ് അൻ ഇബ്നുൽ മുൻകദിർ എന്നവരിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അദ്ദേഹം സഹാബിയായ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഖാല, ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു, അൻ അവ്വലി ശൈഇൻ ഖലഖഹു അല്ലാഹു തആല, അല്ലാഹു ആദ്യം പടച്ചത് ഏതാണ് നബിയേ എന്ന് ഞാൻ റസൂലുള്ളാഹിയോട് ചോദിച്ചു. അപ്പോൾ ഖാല, റസൂൽ പറഞ്ഞ മറുപടി, ഹുവ നൂറു നബിയിക യാ ജാബിർ ഖലഖഹു അല്ലാഹ്, അത് നിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ നൂറാണ് ആദ്യമായി പടച്ചിട്ടുള്ളത് ജാബിറേ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ആ ഹദീസ്, സഹോദരന്മാരെ, ഇന്ന് നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനൊരു ഹദീസ് ഇല്ലെന്നോ അത് ശരിയല്ലെന്നോ വാദിക്കുന്നത് നിരർത്ഥകമാണ്. അത് പ്രമാണങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മയാണെന്നേ ഇത് സംബന്ധമായി പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ മൻഹൂസ് മൗലിദാവട്ടെ, മറ്റ് മൗലിദുകളാവട്ടെ, ആ മൗലിദുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞ ആ പ്രസ്താവന അത് 100% ശരിയാണ്. ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. ഹിജ്റ 211 വഫാത്തായ ഹാഫിദ് അബ്ദുർ റസാഖ് തന്റെ മുസന്നഫിൽ രേഖപ്പെടുത്തി വെച്ചതുമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്, മൗലിദുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഏത് മൗലിദെടുത്ത് പരിശോധിച്ചാലും കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ അല്ലാഹു സൃഷ്ടിക്കുകയും എന്നിട്ട് ആദം നബിയെ പടച്ചപ്പോ ആ നൂറിനെ ആദം നബിയിൽ നിക്ഷേപിച്ചു. അതിനുശേഷം ആദം നബിയിൽ നിന്ന് നൂഹ് നബിയിലേക്കും ഇബ്രാഹിം നബിയിലേക്കും ഇങ്ങനെ പ്രവാചകന്മാരായ മഹാത്മാക്കളുടെ മുതുകുകളിലൂടെ നല്ലവരായ ഉമ്മമാരുടെ ഗർഭാശയത്തിലൂടെ ആമിന അബ്ദുള്ള ദമ്പതികളിലേക്ക് എത്തിച്ചേർന്നു എന്ന് നമ്മുടെ മൗലിദുകളിൽ കാണാം. ഇത് കള്ള പ്രസ്താവനയാണ്, ഇത് കള്ളത്തരമാണ്, നുണയാണ് എന്ന് മുജാഹിദുകൾ പറയാറുണ്ട്. മങ്കൂസ് മൗലിദിന് നമുക്കറിയാം, നമുക്കൊക്കെ പരിചിതമായ ഹദീസിന്റെ വചനം, ഫലമ്മാ ഖലഖല്ലാഹു തആല ആദമ അലൈഹിസ്സലാം അൽഖാ ذلك النور في طينته فأربطني الله في صلب آدم من الأرض وجعلني في سفينة في صلب نوح وجعلني في صلب الخليل إبراهيم عليه السلام.
حين خذف به في النار ولم يزل ينقلني ربي من الأصلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على سفاه قط. നമ്മളൊക്കെ പരിചിതമായ വരികളാണ്. എന്താ അതിൽ പറയുന്നത്? അല്ലാഹു ആദം നബിയെ സൃഷ്ടിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ നൂറിനെ ആദം നബിയിൽ നിക്ഷേപിച്ചു. പിന്നെ ആദം നബി ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോ അങ്ങനെ തന്റെ സന്താന പരമ്പരകളിലൂടെ നൂഹ് നബിയിലെത്തി. നൂഹ് നബി കപ്പലിൽ ഊഫാൻ എന്ന വെള്ളപ്പൊക്കമുള്ള ഉണ്ടായപ്പോ നൂഹ് നബി കപ്പലിലായപ്പോ നബി തങ്ങളെ നൂഹ് നബിയുടെ മുതുകിലായിരുന്നു. ഇബ്രാഹിം നബിയെ തീയിലെറിഞ്ഞപ്പോ ഇബ്രാഹിം നബിയുടെ മുതുകിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ നൂറുണ്ടായിരുന്നു. നമ്മുടെ മങ്കൂസ് മൗലിദിലും മറ്റു മൗലിദിലും ഒക്കെ ഉള്ളതാണ്. മുജാഹിദുകൾ പറയും ഇത് ശുദ്ധ അസംബന്ധമാണ്, ഇങ്ങനെ ഇല്ല. വലം യസൽ യൻഖുലു ഫീ സുറീ റബ്ബി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറാ. നല്ല നല്ല പിതാക്കന്മാരുടെ മുതുകുകളിലൂടെ അള്ളാഹു എന്നെ നീക്കിക്കൊണ്ടിരുന്നു. ഇലൽ അർഹാമിൽ സകിയ്യത്തി ത്വാഹിറാ. സംശുദ്ധരായ സ്ത്രീകളുടെ ഗർഭാശയത്തിലേക്ക് അള്ളാഹു എന്നെ നൂറിനെങ്ങനെ നീക്കിക്കൊണ്ടിരുന്നു. മങ്കൂസ് മോദിലെടുക്കാം. ഇത് കളവാണെന്നും സഹോദരന്മാരെ ഇത് ശരിയല്ലെന്നുമാണ് മുജാഹിദുകൾ പറയാറുള്ളത്. ഷറഫുൽ മൗലിദിൽ നമ്മൾ വരികളിലായി പാട്ടായിട്ട് പദ്യമായിട്ടാണ് ഇത് പറയാറുള്ളത്. നമുക്കറിയില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് അത് വലിയ വലിയ നല്ലവരായ മഹാത്മാക്കളായ ആളുകളുടെ മുതുകൂലിലൂടെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ എല്ലാ മൗലിദിലും സുബ്ഹാന മൗലിദിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെ പ്രാമാണിക വശം എന്താണ്? നമുക്കൊന്ന് പരതി നോക്കാം. ഹദീസിൽ ഇതുണ്ടോ ഇല്ലേ? നമ്മുടെ രാജ്യത്തെ മുജാഹിദുകൾ പറയുന്നത് വാറോലയാണ്, കള്ളക്കഥയാണ്. അല്ല സഹോദരന്മാരെ, ഹദീസുകളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനിയുടെ അൽ മസാരിബുൽ ആലിയ, അതുപോലെ ഹാഫിദ് ഇബ്നു കസീറിന്റെ താരിഖ് മദീനത്ത് ദിമഷ്കിൽ എന്ന ഗ്രന്ഥം, അതുപോലെ ഹാഫിദ് ഇബ്നു കസീർ തന്റെ അൽ ബിദായ വൻ നിഹായ, എല്ലാ ഗ്രന്ഥങ്ങളിലും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്താ ആദം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, ഇദാക അബീ വ ഉമ്മീ അയിന കുന്തവ ആദമു ഫിൽ ജന്ന. നബിയെ, ആദം നബി സ്വർഗ്ഗത്തിലായിരുന്നപ്പോ തങ്ങൾ എവിടെയായിരുന്നു നബിയെ? കാലപതവസ്സമ, നബി തങ്ങൾ പുഞ്ചിരിച്ചു. ഹത്താ പദത്തിന് വാജിബു, നബി തങ്ങളുടെ ആ പല്ലുകൾ വെളിപ്പെടുന്നത് വരേക്കും റസൂലുള്ളാഹി തങ്ങൾ പുഞ്ചിരിച്ചു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, റസൂലുള്ള പറയാം, കുന്തു ഫീ സുൽബിഹി, ഞാൻ ആദം നബിയുടെ മുതുകിലായിരുന്നു. വറകിബ ബി അസ്സഫീന, ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിലായിരിക്കവേ നൂഹ് നബി എന്നെയും കൊണ്ട് കപ്പലിൽ കയറുകയുണ്ടായി. അപ്പൊ നൂഹ് നബി കപ്പലിലായപ്പോ നൂഹ് നബിന്റെ മുതുകിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. ഇബ്രാഹിം നബി തീയിലെറിയപ്പെട്ടപ്പോ എന്നെയും ഞാൻ ആ മുതുകിലുണ്ടായിരുന്നു. ഞാനും ആ ഇബ്രാഹിം നബിയുടെ മുതുകിലൂടെ ആ തീയിലുണ്ടായിരുന്നു. ഇത് റസൂലുള്ള പറയുകയാണ്. മുജാഹിദുകൾ പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് ഇബ്രാഹിം നബിയുടെ മുതുകിലുണ്ടായിരുന്നു. ഇത് കള്ളക്കഥയാണ്. എത്ര ആളുകളാണ്, എത്ര മൗലവിമാരാണ് ഇതിനു വേണ്ടി സമയം ദുരുപയോഗപ്പെടുത്തുന്നത് സഹോദരന്മാരെ. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഞാൻ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. ആദം നബിയെ സൃഷ്ടിച്ചപ്പോൾ ആദം നബിയിൽ നിന്ന് നൂഹ് നബിയിലേക്ക്, നൂഹ് നബിയിൽ നിന്ന് ഇബ്രാഹിം, ഇങ്ങനെ പ്രവാചകന്മാരിലൂടെ എന്നെ അല്ലാഹു എന്റെ മാതാപിതാക്കളിലേക്ക് എത്തിക്കുകയുണ്ടായി എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ട് ഇതേ ആശയം ബഹുമാനപ്പെട്ട ഖുറൈബ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു സന്ദർഭത്തിലെത്തി. തബൂക്കിൽ നിന്ന് മടങ്ങി വരുന്ന സന്ദർഭത്തിൽ ഞാൻ റസൂലുള്ളാഹി തങ്ങളുടെ അരികിലെത്തി. ആ സന്ദർഭത്തിൽ
അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിൽ ചെന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, ഇന്നി ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നു തങ്ങളെ ഒന്ന് മദ്ഹ് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഒന്ന് കീർത്തനം നടത്തണം, തങ്ങളെ മഹത്വം ഒന്ന് പാടിപ്പുകഴ്ത്താൻ എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ പാടട്ടെയോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖുൽ ലാ യുഖ്ദിനില്ലാഹു ഫാക, അല്ലാഹുവിന്റെ വായക്ക് ഭംഗമൊന്നും വരുത്താതിരിക്കട്ടെ, നീ നന്നായി പാടൂ. റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു കൊടുക്കുകയാണ്. ആ സന്ദർഭത്തിൽ സഹോദരന്മാരെ, അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് നബിയോട് സംബോധനയായി പാടുകയാണ്, പറയുകയാണ്, മിൻ ഖബിലിഹാ ത്രിബ്ത ഫിൽ വിലാലി വഫി മുസ്തൗദിഉൻ ഹൈസു യുഖ്സിഫുൽ വറഖു ثم هبط البلاد لا بشر أنت ولا مضغة ولا علق. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, നബിയെ, തങ്ങൾ സ്വർഗത്തിൽ നിന്ന്, ആദം നബി സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഭൂമിയിൽ എത്തിയപ്പോ തങ്ങളും ഭൂമിയിലേക്ക് പോന്നല്ലോ നബിയെ, ഇറങ്ങിയല്ലോ. ലാ ബസറുൻ അൻത വലാ മുറുവത്തുൻ വലാ അലഖു, അന്ന് തങ്ങൾ മനുഷ്യനായിട്ടില്ല, രക്തമോ അല്ലെങ്കിൽ മാംസകഷ്ടമോ ഒന്നും ആയിട്ടില്ല തങ്ങൾ. ആ അവസ്ഥയിൽ തങ്ങളും ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ് ആദം നബിയോട് കൂടെ. പിന്നെ എങ്ങനെയാണ് തങ്ങൾ ബീജമായിരുന്നു, ബീജത്തുള്ളിയായിരുന്നു. ഇനി ശരിക്കും ശ്രദ്ധിക്കുക, എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക. തങ്ങളും കപ്പലിലായിരുന്നു. നോക്കൂ, ഇങ്ങനെ വിശദമായ, അങ്ങനെ ഇബ്രാഹിം നബിയെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീകുണ്ടാരത്തിൽ എറിയപ്പെട്ടപ്പോൾ തങ്ങൾ ഇബ്രാഹിം നബിയിൽ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് തങ്ങൾ മുതുകിൽ ഉണ്ടായിരിക്കവേ എങ്ങനെയാണ് ഇബ്രാഹിം നബി കരിയുക? ഒരിക്കലും കരിയില്ലല്ലോ. ഇതാരാ പറയുന്നത്? അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇതാരാ എന്തപ്പോ പറയണത്? ആരപ്പോ പ്രസംഗിക്കണത്? അലവി സക്കാഫിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ നൂറ്. അപ്പൊ ഇങ്ങനെ വെയിറ്റ് അടിച്ച് നിൽക്കുക മാത്രല്ല നൂറ് എന്ന് പറഞ്ഞാല്. നൂറ് എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറുള്ളതുകൊണ്ട് കരിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ നൂറുള്ളത് പിന്നെ അത് ഈച്ച പ്രാണികൾ ഇരിക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറിന്റെ പ്രത്യേകതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങള് നൂറിന്റെ പ്രത്യേകതകളാണ് ഈ പറയുന്നത്. അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിലുണ്ടായിരുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീയിലിട്ടപ്പോൾ പോലും കത്തിയില്ല. അത് ആരാ പറയണു? അലി സക്കാഫിയാണ് നമ്മോട് പറയുന്നത്. ആര് പറഞ്ഞതാണ് അലി സക്കാഫി പറയണു? ഇൻഷാ അല്ലാഹ് ബാക്കിയും കൂടി കേൾക്കും. ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ നിങ്ങളെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പഴയ കാലത്ത് ഇതൊക്കെ ഇനിയിപ്പോ പറയാൻ കഴിയുമോ? നൂറിന്റെ വയല് അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് നൂറ് എന്നൊരർത്ഥത്തിലും ഭൗതികമായും ആത്മീയമായും നൂറെന്ന് കേട്ടപ്പോൾ നിങ്ങൾ തട്ട തുടങ്ങി. മറ്റേത് നമ്മളെ 100 മൗലവി 100 കോടി അടിച്ചു കൊണ്ടുപോയതോടുകൂടി നിങ്ങൾ 100 കേൾക്കുമ്പോൾ ഭൗതികമായി നെട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആത്മീയമായും കൂടി നിങ്ങൾ നെട്ടി തുടങ്ങി. മാനസികമായും ശാരീരികമായും എന്ന് പറയും. നിങ്ങൾക്ക് ചേർക്കാം, അല്ലാഹുവേ മാനസികമായ നൂറിന്റെ പീഡനങ്ങളിൽ നിന്നും ശാരീരികമായ പീഡനങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാ ചേർക്കേണ്ടി വരും. അല്ലേ? അപ്പോ ഇതാ ആ നൂറുണ്ടെങ്കിൽ ലൈറ്റ് അടിച്ചാലല്ല ഇബ്രാഹിം നബി ഇങ്ങനെ ലൈറ്റ് അടിച്ച് നടക്കല്ലേ. എന്താ ചെയ്യാ? ആ നൂറുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാകുക. കേട്ടോളി, എന്താണ് നൂറ് എന്ന് മനസ്സിലായിക്കോളൂ. തങ്ങളും കപ്പലിലായിരുന്നു. നോക്കൂ, ഇങ്ങനെ വിശദമായ, അങ്ങനെ ഇബ്രാഹിം നബിയെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീകുണ്ടാരത്തിൽ എറിയപ്പെട്ടപ്പോൾ തങ്ങൾ ഇബ്രാഹിം നബിയിലുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് തങ്ങൾ മുതുകിൽ ഉണ്ടായിരിക്കവേ എങ്ങനെയാണ് ഇബ്രാഹിം നബി കരിയുക? ഒരിക്കലും കരിയില്ലല്ലോ. ഇതാരാ പറയുന്നത്? അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് നോക്കി ഇങ്ങനെ കീർത്തിക്കുക, മൗലിദ് ഓതുകയാണ്, മാല ചൊല്ലുകയാണ്, ബെയ്ത്ത് ചൊല്ലുക.
അപ്പൊ റസൂലുള്ളാഹി തങ്ങള് ഇതൊക്കെ ശിർക്കാണ്, ബിദ്അത്താണ്, അനാചാരമാണ്, നിർത്തണോ? പറഞ്ഞില്ല. റസൂലുള്ളാഹി തങ്ങൾ ദുആയിരുന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സഹോദരന്മാരെ, ഈ ഹദീസ് ഇമാം തബറാനി തന്റെ മുഅ്ജമുൽ കബീറിൽ 4-ാമത്തെ വാല്യം 213-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഇമാം ഹാക്കിം തന്റെ മുസ്തദറക്കിൽ 4391 രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇമാം ബൈഹഖി തന്റെ ദലായിലുൽ നുബുവയിൽ, ഹാഫിദ് ഇബ്നുൽ അസീർ തന്റെ ഉസൂലുൽ ഖാദയിൽ, ഇമാം ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർ തന്റെ ഇസ്തിയാദിൽ എല്ലാ പണ്ഡിതന്മാരും ഇത് രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അലൈഹിസ്സലാത്തു വസ്സലാം തീകുണ്ടാരത്തിൽ എറിയപ്പെട്ടപ്പോൾ തങ്ങൾ ഇബ്രാഹിം നബിയിലുണ്ടായി. തങ്ങളും കപ്പലിലായിരുന്നു. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ വിശദമായ അങ്ങനെ ഇബ്രാഹിം നബിയെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തീകുണ്ടാരത്തിൽ എറിയപ്പെട്ടപ്പോൾ തങ്ങൾ ഇബ്രാഹിം നബിയിലുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് തങ്ങൾ മുതുകിൽ ഉണ്ടായിരിക്കവേ എങ്ങനെയാണ് ഇബ്രാഹിം നബി കരിയുക? ഒരിക്കലും കരിയില്ലല്ലോ. ഇതാരാ പറയുന്നത്? അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് നോക്കി ഇങ്ങനെ കിളിക്കുക, മൗലിദ് ഓതുകയാണ്, മാല ചൊല്ലുകയാണ്, ചെയ്ത്ത് ചെല്ലുക. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ഇതൊക്കെ ശിർക്കാണ്, ബിദ്അത്താണ്, അനാചാരമാണ്, നിർത്തണോ? പറഞ്ഞില്ല. റസൂലുള്ളാഹി തങ്ങൾ ദുആയിരുന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സഹോദരന്മാരെ, ഈ ഹദീസ് ഇമാം തബറാനി തന്റെ മുഅ്ജമുൽ കബീറിൽ 4-ാമത്തെ വാല്യം 213-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഇമാം ഹാക്കിം തന്റെ മുസ്തദറക്കിൽ 4391 രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇമാം ബൈഹഖി തന്റെ ദലായിലുൽ നുബുവയിൽ, ഹാഫിദ് ഇബ്നുൽ അസീർ തന്റെ ഉസൂലുൽ ഖാദയിൽ, ഇമാം ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർ തന്റെ ഇസ്തിയാദിൽ എല്ലാ പണ്ഡിതന്മാരും ഇത് രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അലൈഹിസ്സലാത്തു വസ്സലാം തീകുണ്ടാരത്തിൽ എറിയപ്പെട്ടപ്പോൾ തങ്ങൾ തീകുണ്ടാരത്തിൽ തങ്ങൾ ഇബ്രാഹിം നബിയിലുണ്ടായിരുന്നു. തങ്ങളും കപ്പലിലായിരുന്നു. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ വിശദമായ അങ്ങനെ ഇബ്രാഹിം നബിയെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തീകുണ്ടാരത്തിൽ എറിയപ്പെട്ടപ്പോൾ തങ്ങൾ ഇബ്രാഹിം നബിയിലുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് തങ്ങൾ മുതുകിൽ ഉണ്ടായിരിക്കവേ എങ്ങനെയാണ് ഇബ്രാഹിം നബി കരിയുക? ഒരിക്കലും കരിയില്ലല്ലോ. ഇതാരാ പറയുന്നത്? അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് നോക്കി ഇങ്ങനെ കിളിക്കുക, മൗലിദ് ഓതുകയാണ്, മാല ചൊല്ലുകയാണ്, ചെയ്ത്ത് ചെല്ലുക. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ഇതൊക്കെ ശിർക്കാണ്, ബിദ്അത്താണ്, അനാചാരമാണ്, നിർത്തണോ? പറഞ്ഞില്ല. റസൂലുള്ളാഹി തങ്ങൾ ദുആയിരുന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സഹോദരന്മാരെ, ഈ ഹദീസ് ഇമാം തബറാനി തന്റെ മുഅ്ജമുൽ കബീറിൽ 4-ാമത്തെ വാല്യം 213-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഇമാം ഹാക്കിം തന്റെ മുസ്തദറക്കിൽ 4391 രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇമാം ബൈഹഖി തന്റെ ദലായിലുൽ നുബുവയിൽ, ഹാഫിദ് ഇബ്നുൽ അസീർ തന്റെ ഉസൂലുൽ ഖാദയിൽ, ഇമാം ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർ തന്റെ ഇസ്തിയാദിൽ എല്ലാ പണ്ഡിതന്മാരും ഇത് രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാത്മാക്കളായ പ്രവാചകന്മാരുടെ മുതുകുകളിലൂടെയാണ് അബ്ദുള്ള ആമിന ദമ്പതികളിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് പറയുന്നത് വാറോലയല്ല, അത് കള്ളക്കഥയല്ല, അതിന് ചരിത്രങ്ങളുടെ പാരമ്പര്യവും പിന്തുണയുമുണ്ട് എന്ന കാര്യം സഹോദരന്മാരെ നമ്മളൊക്കെ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദുകളിലുള്ള ഏത് നാം ഉരുവിടുന്ന പരാമർശങ്ങൾ ഏതുണ്ടോ അതൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്കിത് ബോധ്യപ്പെടും. ഓരോന്ന് പറയുമ്പോഴേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം 2 ദിവസം 10 ദിവസം പ്രസംഗിച്ചാൽ ഇത് മതിയാവുകയില്ല. അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. മൗലിദുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇനിയും ഒരുപാട് പറയാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മൗലിദുകളിലും മാലകളിലുമൊക്കെ അടങ്ങിയിരിക്കുന്ന ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. ജനിക്കുന്നതിന്റെ മുമ്പുള്ള സംഭവ വികാസം, അവർ ഭൂമിലോകത്തേക്ക് വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ, ജനിച്ച് പിറന്നു വീഴുന്നതിന് മുമ്പുള്ള സംഭവ വികാസങ്ങൾ. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറുമായി ബന്ധപ്പെട്ട വിഷയം. അത് റസൂലുള്ള ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള വിഷയങ്ങളാണ്. എന്നാൽ അതുപോലെ തന്നെ നമുക്കറിയാം, മഹാത്മാക്കളായ ഔലിയാക്കളുടെ കഥകളെടുത്ത് പരിശോധിച്ചു നോക്കിയാലും അവരുടെ ഒക്കെ സംഭവങ്ങളിൽ
ഭൂമി ലോകത്തേക്ക് പിറന്നു വീഴുന്നതിന്റെ മുമ്പ് അവർ വലിയ സംഗതികളിൽ പ്രവർത്തിക്കുകയും പ്രഖ്യാപിക്കുകയും ആശയപരമായി അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുകയും ചെയ്തത് മാലകളിലും മൗലിദുകളിലും നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, ബഹുമാനപ്പെട്ട മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു, ഇവരുടെയൊക്കെ മാലയെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഈ കാര്യം നമുക്ക് ബോധ്യപ്പെടും. ബഹുമാനപ്പെട്ട മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നത് കാണാം, അദ്ദേഹത്തിന്റെ തന്റെ ഫുതൂഹുൽ ഗൈബിൽ പറയുന്നത് കാണാം, ബലനൽ വിലായതു മിന്നലസ്തു ബിറബ്ബികും വഇമാമുനൽ മഹ്ദിയു ഫഹുവ ഖിതാമുനാ. എനിക്ക് വിലായത്ത്, ഈ വലിയാവുക എന്ന പദവി, സൃഷ്ടികളെയൊക്കെ അല്ലാഹു ആലമുൽ അർവാഹിൽ ഒരുമിച്ചു കൂട്ടിയ ഒരു ദിവസമുണ്ടല്ലോ, അന്ന് മുതലേ എനിക്ക് ഈ മഹത്വം അല്ലാഹു നൽകിയിരിക്കുന്നു. അപ്പൊ ആലമുൽ അർവാഹിൽ വെച്ച് തന്നെ മഹാനവറുകൾ വലിയ ഉന്നത സ്ഥാനമുണ്ട് എന്ന് പറയും. ഇനി നിങ്ങൾ നോക്കി, നമ്മുടെ മുഹയ്യദ്ദീൻ മാലെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, ുതുബായി വന്നോവർ വാനം മതേലിയിലും കേളി മികച്ചോവർ. മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പാപ്പയുടെ മുതുകിലായിരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം കുത്തുബായിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ പാപ്പയുടെ മുതുകിലായിരിക്കുമ്പോ തന്നെ കുത്തുബായിരുന്നു. മുതുകിന് കുത്തുബായി വന്നോവർ വാനം മതേലിയിലും കേളി മികച്ചോവർ. എന്നാൽ റിഫായിമാലയിൽ കാണാം ഇതേ ആശയം തന്നെ. റിഫായിമാലയിൽ കാണാം, മുതുകില മറന്നോരു നേരത്ത് ബാഷും ബൗസന്ന മകാമെന്ന് ചൊന്നോവർ. ഞാൻ ബാപ്പയുടെ മുതുകിലായിരുന്ന സന്ദർഭത്തിൽ എനിക്ക് ഗൗസ് എന്ന പദവി ഉണ്ടായിരുന്നു, വലിയ മഹത്വമാർന്ന പദവി ഉണ്ടായിരുന്നു. അപ്പൊ ഭൂമി ലോകത്തേക്ക് പിറന്നു വീഴുന്നതിന്റെ മുമ്പ് തന്നെ വലിയ ഗൗസും അതുപോലെ കുത്തുബുമായിട്ടുള്ള വലിയ വലിയ പദവികളും പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. അവർ ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നു എന്നൊക്കെ ഒരുപാട് ആനകളിലും മൗലിദുകളിലും കാണാം. പുരാഹിതകൾ പറയും, എന്താണ് ഭൂമിയിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് തന്നെ ഇവരുടെ അധികാര വിനിയോഗങ്ങളും പരിപാടികളും നടക്കുകയാണ്. ഇത് ഖുർആനിലോ സുന്നത്തിലോ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നതിന് മുമ്പ് ഇങ്ങനെ സംസാരിക്കുകയോ ചർച്ച ചെയ്യുകയോ വിഷയങ്ങൾ പറയുകയോ ചെയ്ത വല്ല കഥകളുമുണ്ടോ എന്ന് പലപ്പോഴും സാധാരണക്കാരെ വെട്ടിലാക്കാൻ വേണ്ടി അവർ ചോദിക്കുന്നത് കേൾക്കാൻ കഴിയും. സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ എടുത്ത് പരതിയാൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ റസൂലുള്ളാഹിന്റെ നൂറ് എന്താണെന്ന് ഇങ്ങനെ വിശദീകരണങ്ങളാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തീരെ വീണാലല്ല, അറിയാതെ തീക്ക് തട്ടി മുട്ടി വീണാലല്ല, റസൂലുള്ളാഹിന്റെ നൂറുണ്ടെങ്കിൽ തീയിലേക്ക് വലിച്ചണ്ട് എറിഞ്ഞാലും എങ്ങനെ ഇടുകയല്ല അല്ലേ, ഇടുക മാത്രല്ല, ഇവിടുന്ന് അങ്ങോട്ട് അമ്പ ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ടാലും കത്തൂലെന്നുള്ള ഹുക്മിനോട് ഞാൻ യോജിക്കുന്നില്ല അല്ലേ, കത്തൂലെന്നുള്ള ഹുക്മിനോട് ഞാൻ യോജിക്കുന്നില്ല. ഉറപ്പല്ലേ? ദാറുൽ ഹിന്ദൊക്കെ അൽഹംദുലില്ലാഹ് അവർക്ക് എത്തിയാലോ, ഉറപ്പാണ്, ഉറച്ച വിശ്വാസം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. നമ്മളെ ഈ പ്രവർത്തനങ്ങൾ വിജയിച്ചതിന്റെ തെളിവാണത് അല്ലേ. ഒരു ഉറപ്പില്ലാത്ത മനുഷ്യന്മാരൊക്കെ ഇപ്പൊ ഉറപ്പല്ലേ എന്ന് പറയൽ തുടങ്ങി. അൽഹംദുലില്ലാഹ്, അതന്നെയല്ലേ നമ്മളെ വിശ്വാസം, അത് തന്നെയാണ്. സുന്നികളെ വിശ്വാസം നേരില്ല എന്നും അതുപോലെ തന്നെ കത്തുകയില്ല എന്നുമാണ് സുന്നികളെ വിശ്വാസം എന്ന് പറഞ്ഞു ദാറുൽ ഹിന്ദ് ഇന്നലെ. അപ്പുറത്തുള്ള വിശ്വാസമാണ് അല്ലേ കത്തും എന്ന് പറയുന്നതും. അതുപോലെ തന്നെ കത്തിച്ച് പരിശോധിച്ച് നോക്കി തീരുമാനമാക്കുന്നതിന് ദീനിൽ തെളിവില്ല എന്നാണ്. കത്തൂല എന്നുള്ള സാധനം കത്താത്തൊരു സാധനമാണെന്ന് പറഞ്ഞാല് കത്തിച്ച് നോക്കാൻ പറ്റൂല. ഇത് ആ പറഞ്ഞ കത്താത്ത സാധനം തന്നെയാണ്. ഇത് പറഞ്ഞ കത്താത്ത സാധനമല്ല, അത് വേറെയാണെന്ന് നമ്മൾ പറയാം. അത് തന്നെയാണെന്ന് പറയാം. ഇന്നൊന്ന് കത്തൂല്ലേ, എന്നാ കത്താത്തത് കാണിച്ചെന്നാ, കത്താത്തതാ കാണിച്ചു തരുന്നത്, കത്താത്തത് കാണിച്ചു തരിക അല്ലേ. അതൊരു ബഹുമാനാണ്, അത് സാധനമല്ല, കാര്യമല്ല. ഈ ബഹുമാനം എന്ന് പറഞ്ഞാൽ ദാറുൽ ഹിന്ദിന്റെ നുണ പറയലാണ് ഈ ബഹുമാനം. അതെങ്ങനെ ഉണ്ടാക്കി പറയാം, വെറുതെ ഉണ്ടാക്കി പറച്ചിലാണ്.
വിശ്വാസം എന്ന് പറയുന്ന സാധനമല്ല. ബഹുമാനത്തിന് ഉണ്ടാക്കി പറയലേ പോലെ വിശ്വാസം അതാണ്. മറ്റേതോ നമ്മളെ വിശ്വാസമല്ല. എന്റെ പ്രിയപ്പെട്ട അതാണ് ആ ഹുക്കുമിനോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് അവറുകൾ പറഞ്ഞത്. കത്തുകയില്ല എന്ന് കാണിച്ചു കൊടുക്കുക. കത്താത്തൊരു സാധനം കത്തൂല എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ. ആ കാണിച്ചു കൊടുക്കുന്ന അത് തെറ്റാണ് എന്ന് പറയുന്ന ഹുക്കുമുണ്ടല്ലോ, അത് ശരിയല്ല എന്ന് പറയുന്ന, അത് ഹറാമാണെന്ന് പറയുന്ന, നിഷിദ്ധമാണെന്ന് പറയുന്ന ഹുക്കുമ്, ആ ഹുക്കുമിനോട് ഞാൻ യോജിക്കുന്നില്ല. കത്തൂല എന്ന് കാണിച്ചു കൊടുക്കുന്നതിന് എന്താ കുഴപ്പം? പക്ഷെ ഇവിടെ സാധനം കത്തും, അത് വേറെ വിഷയമാണ്. ഇത് കത്തുന്നൊരു സാധനമാണ്, അതാണ് മൂപ്പര പ്രശ്നം. കത്താത്തൊരു സാധനം കത്തൂല എന്ന് കാണിച്ചു കൊടുക്കുന്നത് തെറ്റാണ് എന്ന ഏപ്പിയുടെ ഹുക്കുമുണ്ടല്ലോ, ആ ഹുക്കുമിനോട് ഞാൻ യോജിക്കുന്നില്ല. അതാണ് ഇപ്പോൾ നമ്മൾ ഉസ്താദ് പറഞ്ഞത്. ഓക്കെ. ഹലോ, കേക്കുണ്ടോ? ഇത് വഹാബിസമാണെന്ന് പറഞ്ഞ ഞങ്ങൾക്കാണോ പ്രശ്നം? ഹലോ, കേക്കുണ്ടോ? അയാൾ പറയുന്നു ഞാനായിട്ട് മറുപടി പറഞ്ഞു, അത് കത്തിക്കാൻ പറ്റില്ല. കത്തിച്ചു നോക്കി അതിനെ പോയി എന്ന് വെച്ചാലും അതിനുള്ള ആവശ്യങ്ങളോട് ഞാനില്ല. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഫുള്ള് കട്ടാണ് ജാഫറുൽ സാഹിബ്. ഇത് അങ്ങനെ കേട്ട് കാര്യമില്ല. സുന്നീസ് അവിടെ ഇല്ലേ? അബ്ദുള്ള വടക്കാങ്ങര എത്തിയിട്ടുണ്ട്. വടക്കാങ്ങര മിഞ്ഞാന്ന് മുങ്ങിയതാണ്. AT കരിയും പോയാ? ഓക്കെ, സുന്നീസ് മൈക്ക്. വടക്കാങ്ങരക്ക് മൈക്ക് വേണോ? വഹാബികൾക്കും വരട്ടാ. റസൂലുള്ള സാധാരണ മനുഷ്യനാണ്, നേരിലുണ്ട് എന്ന് പറയുന്ന വഹാബികൾക്കും മൈക്കിൽ വരാം. മുങ്ങരുത്. ഉത്തരം മുട്ടുമ്പോ DC ആയിരുത്. അല്ലെങ്കിൽ പറയാം ഞാൻ തോറ്റു എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ എനിക്കിനി മൈക്ക് വേണ്ട പറഞ്ഞാൽ മതി. എന്നാലും അല്ല അന്തസ്സുണ്ട്. പക്ഷെ മുങ്ങ എന്ന് പറഞ്ഞാൽ അതാ മറ്റേ ദക്കരിയ പറഞ്ഞ മാതിരി അതാ ഫൈസലിന്റെ മൗലവിന്റെ സ്വഭാവമാണ് ആ മുങ്ങല് എന്നുള്ളത്. ദക്കരിയ പറഞ്ഞാണ്. അപ്പൊ ആ സ്വഭാവത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ദയവ് ചെയ്തിട്ട്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നിപ്പോ പേരോട് ഉസ്താദിന്റെ വാദ് കേട്ടു. അതില് ഇന്നൊരു ഹദീസ് കേട്ടു. അത് മുമ്പും കണ്ടിട്ടുണ്ട് പലയിടത്തും. മൻ തറക്കൽ മുറാ ഫഹു മുഹിഖുൻ വനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന ഫി അലൽ ജന്ന.
സത്യമായിരിക്കെ ഒരാൾ തർക്കം ഒഴിവാക്കിയാൽ അള്ളാഹു അവന് സ്വർഗത്തിന്റെ ഉന്നതിയിൽ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നു. അപ്പോ തർക്കത്തിന് വേണ്ടിയില്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, തർക്കത്തിന് വേണ്ടിയില്ല സംസാരിക്കുന്നത്. നമുക്ക് സത്യം മനസ്സിലാകണമെന്ന ഉദ്ദേശത്തോടെ സംസാരിക്കണം. പക്ഷെ ഇവിടെ പലയിടത്തും സംസാരിക്കുന്നത് തർക്കത്തിനു വേണ്ടിയും വിജയത്തിനു വേണ്ടിയും ആ രണ്ടാളുടെ മുന്നിൽ ആളാകാനും ആണെന്ന് തോന്നിപ്പോന്നു. ഇവിടെ ഞാൻ ആദ്യം തന്നെ തോറ്റു വരികയാണ്. ഇവിടെ നമുക്ക് സത്യം വെളിപ്പെടുകയാണ് വേണ്ടത്. എന്താണ് സത്യാവസ്ഥ, എന്താണ് ഇസ്ലാം, ശരിയായ ഇസ്ലാം എന്ന് വ്യക്തമാകാണ് വേണ്ടത്. എന്നാൽ വളരെ പരിതാപകരം എന്ന് പറയട്ടെ, ഓരോ വിഭാഗവും അവർക്ക് വേണ്ടി ആളെ കൂട്ടുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയുമാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ റസൂലിന് നിഴൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന കാര്യം തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. റസൂൽ നേരെ ഇല്ലെങ്കിൽ എന്തുകൊണ്ടത് സഹിയായ ഹദീസുകൾ പറഞ്ഞില്ല? എന്തുകൊണ്ട് അതൊരു കാര്യമായ മുജിസത്തല്ലേ? ഏത് സമയത്തും റസൂലിന് നേരില്ലാതിരിക്കുക എന്നുള്ളത് കാര്യമായ ഒരു തെളിവാണ്. റസൂലാണെന്നതിനുള്ള തെളിവാണ്. ആ അല്ലേ മൗലവിങ്ങളൊരു പൊട്ടത്തരങ്ങളെന്ന് ആലോചിച്ചോക്കാണ്. എന്തുകൊണ്ട് സഹിയായ ഹദീസിൽ അത് പറഞ്ഞില്ലാണ്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഹദീസ് ഇങ്ങനെ കാറ്റഗറൈസ് വെച്ചിരിക്കുക. ഇത് സഹീഹ്, ഇത് ഹസന. ഞാൻ സഹിയായ 4 ഹദീസ് വരാ, ഇനി ഹസനായ 4 ഹദീസ് വരാ, ഇനി ലൈഫായ 4 ഹദീസ് വരാ. അങ്ങനെ ഈ ഹദീസുകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ സഹാബത്തുൽ കിറാം റസൂലുള്ളാഹിനെ തൊട്ട് പറഞ്ഞ കാര്യങ്ങളാണ് അല്ലേ? എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് അതിങ്ങനെ കാറ്റഗറൈസ് ചെയ്യുക. അത് ഏതാണ്, ഇത് ഏത് വകുപ്പിൽപ്പെടും എന്നൊക്കെ പിന്നെയാണ് തീരുമാനിക്കുക. അല്ലാതെ എന്തുകൊണ്ട് സഹിയായ ഹദീസിൽ പറഞ്ഞില്ല? എന്തുകൊണ്ട് സഹിയായ ഹദീസിൽ അങ്ങനെ ഹദീസ് കാറ്റഗറൈസ് ചെയ്യപ്പെടില്ല പിന്നെയാണ്? അല്ലാതെ അന്നത് ഇങ്ങനെ ഇത് സഹിയായ ഹദീസിൽ ഞാൻ കുറച്ച് സഹിയായ ഹദീസ് പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പറയണതല്ല. അപ്പൊ അതൊക്കെ അതിന് ശേഷം ഈ ഹദീസ്, ഓരോ ഹദീസുകൾ, ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, അത് അവരുടെ നിബന്ധനകൾക്ക് പരിപൂർണമായും യോജിക്കുന്നത് ഇമാം ബുഖാരി തങ്ങളതിനോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുസ്ലിം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇവരൊക്കെ നിബന്ധനകൾക്ക് യോജിക്കുന്നതാവൂല. അവരുടെ സഹീഹിന്റെ നിബന്ധനകൾക്ക് യോജിക്കുന്നതാവൂല. സഹീഹിന്റെ നിബന്ധനകൾക്ക് മാത്രം യോജിച്ചതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാവുന്നുണ്ടോ? ഒരു കാര്യത്തെക്കുറിച്ച് പറയാനെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയാനെങ്കിൽ അത് സഹിയായ ഹദീസിൽ മാത്രമേ അംഗീകരിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടോ? അതൊക്കെ അതിന് കാലഘട്ടത്തിന് ശേഷമല്ല ഇത് സഹീഹാണോ ഹസനാണോ അതല്ലെങ്കിൽ ഇത് മറ്റു പലതുമാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെ സഹിയായ ഹദീസ്, ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരില്ല എന്ന ഹദീസ് സഹീഹാണെന്ന് പറയപ്പെട്ട ഹദീസുകളുണ്ട്. സഹീഹാണ് ഹദീസ്, ആ ഒരു ഹദീസിനെ കുറിച്ച് അത് സഹീഹാണ് എന്ന് പറഞ്ഞതുണ്ട്. അതൊക്കെ ഇന്നലെ ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദ് ഇവിടെ അതിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു. അപ്പോ അങ്ങനെ ഈ ഹദീസ് സഹീഹാണോ അതല്ലെങ്കിൽ ഹസനാണോ അതല്ലെങ്കിൽ ലൈഫാണോ, ഇതൊക്കെ കാലാന്തരങ്ങൾക്ക് ശേഷമാണ് അത് കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോ അതിനു മുമ്പ് ഇതൊക്കെ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ചുള്ള ഹദീസുകൾ തന്നെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് തന്നെയാണ്, അല്ലെങ്കിൽ റസൂലുള്ളാഹിനെ കുറിച്ചുള്ള ഹദീസാണ്. അപ്പൊ അത് എന്തുകൊണ്ട് സഹീഹായ ഹദീസിൽ പറഞ്ഞില്ല? ചോദ്യമാണ്, ഭയങ്കര ചോദ്യമാണല്ലോ അത് അല്ലേ? അതൊന്നും അങ്ങനത്തെ പൊട്ടത്തരങ്ങളൊന്നും ചോദിക്കരുത്. കുറച്ചൊക്കെ ഒരു വിവേകത്തോടു കൂടി നിങ്ങൾ സംസാരിക്കണം എന്നാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങളോട് ഉണർത്താനുള്ളത്. ഹലോ, AP ഉസ്താദ് മർക്കസിൽ ഒരു മുടി കൊണ്ടുവരുമ്പോൾ ഈ സമയത്ത് ആണ് ഇത് തർക്കത്തിലാകുന്നത്. നേരുണ്ടോ ഇല്ലേ, നമ്മള് ഇപ്പോ തർക്കത്തിലാകുന്ന വിഷയം ഇപ്പോഴാണ്, അല്ല മുമ്പുള്ള കാര്യമല്ല പറഞ്ഞത്. ഇപ്പോൾ ഹസനാണോ ലൈഫാണോ സഹിയാണോ? ഇപ്പോ സഹിയായ ഹദീസുകളല്ലേ. ഇപ്പോൾ എന്തുകൊണ്ട് സഹിയായ ഹദീസുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല? അതാണ് പറഞ്ഞത്, അതിനെ കുറിച്ചാണ് പറഞ്ഞത്. അല്ല മുൻകാലത്തുള്ള ചർച്ചയെ കുറിച്ചല്ല പറഞ്ഞു. ഇപ്പോൾ ഇത് ചർച്ച വിഷയമായി. ഇതിനെക്കുറിച്ച് നിങ്ങൾ പറയുന്നു നേരുണ്ടായിരുന്നില്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. റസൂലിന് നേരില്ല എന്നുള്ള കാര്യം എന്തുകൊണ്ട് ഈ 63 വയസ്സിനുള്ള ഇടയിൽ എത്രയോ ഹദീസുകൾ റസൂലിനെ കുറിച്ചുള്ള ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ബുഖാരിയിലോ മുസ്ലിമിലോ സിഹാഹ് സിത്തയിലോ ഏതെങ്കിലും ഒന്നില് സഹിയായ ഹദീസ്, അത് നിങ്ങൾ സഹിയായ ഹദീസ് ഏതാണ് നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഏതാണ് ആ സഹിയായ ഹദീസ്? ഇവിടെ വഹാബികൾ പറയുന്നത് സഹിയായ ഹദീസ് കൊണ്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതൊക്കെ നിലവിടെ MT അബൂബക്കർ ദാരിമി ഉസ്താദ് നിലവിടെ വിശദീകരിച്ചിരുന്നു. അതിനെ മുഴുവൻ കേൾക്കാത്തോണ്ടാ.
ഏതായാലും ഇൻഷാ അല്ലാഹ് അതൊക്കെ സഹിയായ ഹദീസ് ഏതാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശദീകരിച്ച് തരും. അത് ഉസ്താദ് ഇപ്പോ ഈ നിമിഷം കുറച്ച് നേരത്തെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഉസ്താദ് വന്ന ശേഷം അത് വിശദീകരിക്കും. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞതിലൊരു പൊട്ടത്തര പറയുന്നത്, ഇത് ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് സഹീഹായ ഹദീസിൽ വേണം. എന്തുകൊണ്ടത് സഹീഹായ ഹദീസിൽ പറഞ്ഞില്ല? സഹീഹ് അല്ലാത്ത ഹദീസൊന്നും റസൂലുള്ളാഹിന്റെ ഹദീസുകളായി എണ്ണൂലേ? സഹീഹ് അല്ലാത്ത ഹദീസുകളൊന്നും ഹദീസ് സഹീഹായ ഹദീസുകൾ മാത്രമേ റസൂലുള്ളാഹിന്റെ ഹദീസുള്ളൂ. മറ്റേ ഹസനൊന്നും അതുപോലെ തന്നെ മറ്റേ ലൈഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ തന്നെയല്ലേ? അത് സഹീഹിന്റെ നിബന്ധന ഒത്തിട്ടില്ല എന്നുള്ളല്ലോ അല്ലേ? അത് സഹീഹിന്റെ നിബന്ധന ഒത്തിട്ടില്ല ഈ ഹദീസുകൾക്ക് എന്നുള്ളല്ലോ. അല്ലാതെ പിന്നെ സഹീഹ് അല്ലാത്ത ഹദീസുകൾ, ഹസനായ ഹദീസുകൾ അല്ലെങ്കിൽ ലൈഫോ അല്ലെങ്കിൽ മറ്റുള്ള ഹദീസുകളൊന്നും റസൂലുള്ളാഹിന്റെ ഹദീസ് അല്ല എന്നുള്ള വാദം നമുക്കില്ലല്ലോ. അതാർക്കെങ്കിലും ഉണ്ടോ? അത് മാത്രമേ അംഗീകരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള വാദം നിങ്ങൾക്കുണ്ടോ? മറ്റൊക്കെ തള്ളിക്കളയേണ്ടതാണെന്നുള്ള വാദം നിങ്ങൾക്കുള്ളത്? സുന്നിസമയ അത് നിങ്ങളുടെ വാദമല്ലേ? നിങ്ങളല്ലേ മർക്കസിലെ മുടി വൈഫാണെന്ന് പറയുന്നത്, അതിന് ശരിയായ സനദില്ല എന്ന് പറയുന്നത്. മർക്കസിലെ മുടി ലൈഫാണെന്നല്ല ഞങ്ങൾ പറഞ്ഞത്. മർക്കസിലെ മുടി വ്യാജം എന്നാണ്. ലൈഫ് എന്ന് പറഞ്ഞ വ്യാജം എന്നർത്ഥം. ലൈഫ് എന്ന് പറഞ്ഞാൽ വ്യാജം എന്നാണോ അർത്ഥം? അവിടെ നിങ്ങളൊക്കെ പിഴവ് പറ്റിക്കുന്നത്. വ്യാജം ഹദീസുകളല്ല. ലൈഫ് എന്ന് പറഞ്ഞ വ്യാജം എന്നല്ല അർത്ഥം. ഉസ്താദുമാരില്ല ഇവിടെ? ആരോ ഉസ്താദുമാരെ ഒരാൾ റൈസാൻ ചെയ്താണ്. അല്ലേ? മൗലു ആണ് വ്യാജം എന്ന് പറയുന്നത്. ലൈഫ് എന്ന് പറഞ്ഞാൽ വ്യാജം എന്നല്ല അർത്ഥം. അത് നിങ്ങളെയൊക്കെ പറ്റിയ തെറ്റാണത്. നിങ്ങൾ മനസ്സിലാക്കിയോടത്ത് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പിന്നെ ലൈഫായ ഹദീസിനൊക്കെ പറഞ്ഞ മൗലു ആണ്, അത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്ന ധാരണ നിങ്ങൾക്ക് ഉണ്ടായത്. അത് ഹദീസിന്റെ സഹീഹിന്റെ ആ പിന്നെ നിബന്ധനകൾ പരിപൂർണമായും ഒക്കാത്തത് എന്നേ ഉള്ളൂ. ഇപ്പോ മറ്റേ ഈ ഇമാം ബുഖാരി തങ്ങളുടെ സഹീഹിന്റെ നിബന്ധന മുസ്ലിം റളിയല്ലാഹു അൻഹു സഹീഹായി കാണുന്നത് പോലും ചിലപ്പോ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഇമാം റളിയല്ലാഹു തആല അൻഹു സഹീഹായി കാണൂല. കാരണം മഹാനവറുകളുടെ ആ നിബന്ധനകൾക്ക് ഇത് ഒക്കൂല, അത്രേ ഉണ്ടാവുള്ളൂ. അല്ലാതെ നിങ്ങൾ പിന്നെ മർക്കസിലെ മുടി ഞങ്ങൾ ലൈഫാണെന്നല്ല പറഞ്ഞത്. ഹലോ, ആയിക്കോട്ടെ, മൗദു ആയിക്കോട്ടെ. അപ്പൊ ഒരു പടി കീപ്പോട്ട് പോന്നു, അത്രേ ഉള്ളൂ. മൗദു ആകുമ്പോ ഉറപ്പിച്ചു അത് പിന്നെ വ്യാജമാണെന്നത്. എന്നാൽ ലൈഫ് എന്ന് പറയുമ്പോൾ വ്യാജമാകാൻ സാധ്യതയുണ്ട്. ഒരു പാട് പടി താഴത്തേക്ക് പോന്നു. ഇനി അതിനേക്കാൾ താഴത്ത് പടിയില്ല. എന്ത് ഒരു പടി താഴത്തേക്ക് പോന്നു? ഇനി അതിനേക്കാൾ താഴത്ത് പടിയില്ല, അങ്ങേ തലക്കൊക്കെ പോന്നു. കാരണം പിന്നെ പടിയുടെ അപ്പുറം കടന്നു. അത് വ്യാജമാണ്, അതുകൊണ്ടാണ് എതിർക്കുന്നത്. അല്ലാതെ വ്യാജമാകാൻ സാധ്യത ഉള്ളതുകൊണ്ടല്ല. ഓക്കെ, മർക്കസിലെ മുടി വ്യാജമാണെന്ന് നിങ്ങൾ പറയുന്നു, മൗദു ആണെന്ന് പറയുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ കൊണ്ടുവന്ന ഹദീസ് വ്യാജമാകാൻ സാധ്യതയുള്ളതാണ്, ലൈഫാണ്, ദുർബലമാണ്. നിങ്ങൾ കൊണ്ടുവന്ന ഹദീസുകൾ എല്ലാ തെളിവുകളും നിങ്ങളുടെ തെളിവുകൾ മുഴുവനും ഏകദേശം മുഴുവൻ തെളിവുകളും ലൈഫാണ്. അത് ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ കമൽ അൻകബൂത്ത് ഇത്തഖദത് ബൈത വഇന്ന അവനൽ ബൈത്തി വഇന്ന അവനൽ ബുയൂത്തി ലബൈത്തുൽ അൻകബൂത്തി ലൗ കാനൂ യഅലമൂൻ. അള്ളാഹു ഖുർആനിൽ പറയുന്നു, അള്ളാഹുവിനെ കൂടാതെ മറ്റുള്ളവരെ ഔലിയാക്കളാക്കുന്നവരെ എവിടുന്ന് വിളിച്ചാലും ഉത്തരം നൽകും. മനസ്സിൽ ഉള്ളത് പിന്നെ കൽബിനകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയും എന്ന അർത്ഥത്തിലുള്ള പിന്നെ വ്യാജന്മാരായ ഔലിയാക്കള്. ഈ ഔലിയാക്കൾ ഉണ്ടാക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ്? മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ കമലിൽ അൻകബൂത്തി. അവരുടെ ഉപമ
ഒരു എട്ടുകാലിയുടെ ഉപമയാണ്. ഇത്തഹത് ബൈത്ത, അതൊരു വീടുണ്ടാക്കിയിരിക്കുന്നു. വൈന ഔഹനൽ ബുയൂത്തിലെ ബൈത്തുൽ അങ്കബൂത്തിൽ ഔക്കാറു യാലമൂൻ. ഈ ഏറ്റവും ദുർബലമായ വീട് ഏതാണ്? അത് എട്ടുകാലിയുടെ വീടാണെന്ന് അവർ അറിയുന്നവരാണെങ്കിൽ എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുകയാണ്. അപ്പൊ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ തെളിവുകളൊക്കെ അങ്ങനെ തന്നെ. ഏത് വിഷയത്തിൽ നോക്കിയാലും നിങ്ങളുടെ ആദർശങ്ങളിൽ മിക്കവാറും ഈ സുന്നികളുടെ എതിരെ ഓപ്പോസിറ്റ് ഉണ്ടല്ലോ, വക്കാനു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞല്ലോ. ആ കൂട്ടരുടെ ആശയമാണ്, ആദർശമാണ് നിങ്ങളുടെ കൽബിലുള്ളത്. നിങ്ങളുടെ പുറത്തും അങ്ങനെ തന്നെ. തലകെട്ട് കണ്ടാലും ഏകദേശം അവരെ പോലെ തന്നെയാണ്. അപ്പൊ കുപ്പായം മാത്രം സുന്നി കുപ്പായിട്ടിട്ടുള്ളൂ എന്നാണ് പലരും പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സത്യം ഒന്നും കൂടി പരിശോധിക്കണം. അസ്സലാമു അലൈക്കും. എന്തൊരു കഷ്ടം അല്ലേ? എന്നാ പിന്നെ വർക്കസിനെ നിങ്ങൾ ഒറിജിനലാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഞങ്ങൾ കൊടുക്കുന്ന ഹദീസ് ലൈഫാകാൻ സാധ്യത ഉണ്ട്, വ്യാജമാകാൻ സാധ്യത ഉണ്ട്. അപ്പോ പിന്നെ വെറും സഹീഹായ ഹദീസുകൾ മാത്രമേ റസൂലുള്ളാഹിന്റേതുള്ളൂ എന്നാണോ നിങ്ങൾ പറയുന്നത്? അതിന് പറഞ്ഞ ആദ്യം വെറും സഹീഹായ ഹദീസ് മാത്രമാണ് റസൂലുള്ളാഹിന്റേത് അംഗീകരിക്കാൻ പറ്റുക, മറ്റൊന്നും അംഗീകരിക്കാൻ പറ്റൂല. ഒരു കാര്യത്തിനും മറ്റൊരു ഹദീസും അംഗീകരിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു വാദം നിങ്ങൾക്കുണ്ടോ? അതിന് മറുപടി ഒന്നുമില്ല. പിന്നെ എങ്ങനെ അള്ളാഹു അല്ലാത്തവരൊക്കെ പിന്നെ ഔലിയാക്കളാക്കുക? അള്ളാഹ് അല്ലാത്തവരൊന്നും വിളിക്കാൻ പറ്റൂല, അള്ളാഹ് അല്ലാത്തവരൊന്നും പിന്നെ അള്ളാഹ് അല്ലാത്തവരൊന്നും അള്ളാഹു അല്ലാത്ത ആരോടും വേറെ സഹായം ചോദിക്കാൻ പറ്റൂല. ഇതൊക്കെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നത്. അള്ളാഹ് അല്ലാത്തവരാരോടൊന്നും ചോദിക്കാൻ പറ്റൂല. ഇതൊക്കെ എവിടുത്തെ വാദാണ്? എവിടുന്നാണ് നിങ്ങൾക്ക് ഇത് കിട്ടിയത്? അതിന്റെ ഒരു സഹിയായ ഹദീസ് പറഞ്ഞാണ് ഞങ്ങൾ വലിയ സഹിയായ ഹദീസിന്റെ. അള്ളാഹു അല്ലാത്ത വേറെ ആരെയും ഒന്നിനും ഒരു സഹായവും വേറെ ആരോടും ചോദിക്കാം, മഹാന്മാരായ ആളുകളോട് സഹായം ചോദിക്കാൻ പറ്റൂല. അതിന്റെ ഒരു ആയത്തോ ഹദീസോ നിങ്ങൾ ചോദിക്കാണി. ഉസ്താദ്, അതിന് വ്യക്തമായ സരീഹായ എത്രയോ ആയത്തുകളുണ്ട്. ഏതായത്താണ് ഓതേണ്ടത് എനിക്കറിയുന്നില്ല. മാലക്കും മിൻദൂനിഹി മിൻ വലിയും വലാ ഷഫീൻ അഫലാ തദക്കറൂൻ. നിങ്ങൾക്ക് അള്ളാഹുവിനെ കൂടാതെ ഒരു വലിയുമില്ല എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തുനിന്ന് വിളിച്ചാൽ എവിടുന്ന് വിളിച്ചാലും സഹായിക്കാൻ കഴിയുന്ന ഏകനായ ഒരു വലി അള്ളാഹു ആകുന്നു. അള്ളാഹു തന്നെ പറഞ്ഞുകൊണ്ട് അമ്മ യുജീബുൽ മുൽത്തർ ഇദാ ദാഹു വയക്ഷിഫു സൂ. നിർബന്ധ ഘട്ടത്തിൽ, സന്നിഗ്ധ ഘട്ടത്തിൽ, ബുദ്ധിമുട്ടെത്തിയ ഘട്ടത്തിൽ, വിഷമഘട്ടത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്നവൻ അവനല്ലാതെ വേറെ ആരാ ഉള്ളത്? ഇലാഹുൻ മാഅല്ലാഹ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹു ചോദിക്കുന്നത് അള്ളാഹുവിനോടൊപ്പം വേറെ ഇലാഹുണ്ടോ? അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദാഹു വയക്ഷിഫു സൂഅ വയജഅലു ഖുലഫാ അൽ-അർദ് വയജഅലക്കും ഖുലഫാ അൽ-അർദ് ഇലാഹുൻ മഅല്ലാഹ്. ഇനി എത്ര ആയത്തുകളാണ് നിങ്ങൾക്ക് വേണ്ടത്? ധാരാളം ആയത്തുകളിൽ പറഞ്ഞിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൻ അദല്ലു മിമ്മൻ യദഉ മിൻ ദുനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ഹുശിറ അൻ-നാസു ഖാലൂ ലഹും അദാ വകാനൂ